Hi everyone, welcome to Vedamer, Papanangod. എൻ്റെ പേര് സുധീർ എന്നാണ്. സുധീർ കെ നായർ. ഞാനിവിടെ എക്സിക്യൂട്ടീവ് ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ പാപ്പനംകോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വൈറ്റ് ഡാമറിൽ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗോവ ട്രിപ്പ്. അവിടെ ഞങ്ങളുടെ സാധാരണ സെർവ് ചെയ്യാറുള്ള ഒരു സ്പെഷ്യാലിറ്റി ഡിഷിലെ ഒരു ഡിഷാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ആ ഡിഷിൻ്റെ പേരാണ് നുല്ലി ജുഷീല എന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്ക ഗോഷ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ലൈക്ക് പിന്നെ മട്ടൻ്റെ ഈ ബോണുള്ള പാർട്ട്, ലൈക്ക് ബോണുള്ള ഒരു പാർട്ട് ഒരു 4-5 പീസ് കുക്ക് ചെയ്ത് നല്ലവണ്ണം സോഫ്റ്റായിട്ട് കുക്കറിലോ അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ കുക്കറിലാണ് കുക്ക് ചെയ്യാറുള്ളത്. ഇത് വീട്ടിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, കുക്ക് ചെയ്ത ആ മട്ടൻ്റെ പീസാണിത്. പിന്നെ ഇതിന് വേണ്ട എന്നാന്ന് പറഞ്ഞാൽ കുറച്ച് കപ്പ വേണം. കപ്പ സാധാരണ ഇത് മാഷ് പൊട്ടലിൽ ഉപയോഗിക്കാം. ഞങ്ങളുടെ ഒരു കേരള സ്റ്റൈലിൽ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിൽ കപ്പ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ കപ്പ നല്ലവണ്ണം വേവിച്ച് കടുകറുത്ത കപ്പയാണ് ഇത്. ഞങ്ങളുടെ മീൻകറിയുടെ ഒക്കെ ഉപയോഗിക്കുന്നത് അതേ സെയിം കപ്പ തന്നെ. കപ്പ റെഡിയാണ്. പിന്നെ ഇതിന് വേണ്ട സെയിം ഞങ്ങൾക്ക് ഓണിയനും ഗാർലിക്, ജിഞ്ചർ ആൻഡ് സം കൊരിയാണ്ടർ, മോർ പുതിന. ഇതിൽ നല്ല പുതിനയുടെ ഫ്ലേവർ മോസ്റ്റായിട്ട് വരും. പിന്നെ പുതിന, പിന്നെ ചോപ്പ് ടൊമാറ്റോ, പിന്നെ ഞങ്ങളുടെ ഒരു മിക്സ് ഗരം മസാല, ശരി നോർമൽ ഗരം മസാല എല്ലാം, പിന്നെ ഹോൾ ഗരം മസാല എല്ലാം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച ഗരം മസാലയുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സോ സ്വിച്ച് ഓൺ ദ പാൻ, പുട്ട് ലിറ്റിൽ ഓയിൽ, സെയിം ആഡിങ് ലിറ്റിൽ ഓണിയൻ. ഞങ്ങളുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഓണിയനാണ്. എല്ലാത്തിലും ഓണിയനും ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും ടൊമാറ്റോയും എല്ലാവരും സാധാരണ യൂസ് ചെയ്യുന്നതാണ്. അതേ സെയിം തിങ്സ് ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ ഡിഫറൻസ്. അതിൻ്റെ ഞങ്ങളുടെ എന്താ പറയുക, കപ്പയും ഒരു മിൻറ്റ് ലീഫ്, നല്ല ഒരു പുതിനയുടെ ഫ്ലേവറുള്ള ഒരു മട്ടൺ കറി അതിൽ സെർവ് ചെയ്യുന്നു. ഞങ്ങൾ സെർവ് ചെയ്യുമ്പോഴും ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ ചട്ടിയിലാണ് സെർവ് ചെയ്യുന്നത്. ഇതായി കഴിഞ്ഞ് കഴിഞ്ഞ് സോ വിൽ ഫുഡ് പേസ്റ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ചോപ്ഡ് ആണ്. ചോപ്പ് ജിഞ്ചർ ആൻഡ് ചോപ്പ് ഗാർലിക് ആൻഡ് ലിറ്റിൽ ടൊമാറ്റോസ് ആൻഡ് സം ടർമറിക്, പിന്നെ ഇച്ചിരി ഉപ്പും, ടർമറിക് ആൻഡ് സോൾട്ട്. ഓക്കെ ഓക്കെ ഇത് നല്ലവണ്ണം ഒന്ന് ടോസ്റ്റ് ആയി കഴിഞ്ഞു. സോ നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല, പിന്നെ മല്ലിയും മുളകും ഹോൾ ഗരം മസാലയും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച ഗരം മസാല, നോർമൽ ഗരം മസാല ആഡിങ് ലിറ്റിൽ. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ അത്ര ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. പുതിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇടുകയാണ്. ഓക്കെ, മോർ പുതിന, മിൻറ്റ് ലീഫിൻ്റെ നല്ല ഫ്ലേവർ വരും. ലിറ്റിൽ കൊരിയാണ്ടർ, ചോപ്പ് കൊരിയാണ്ടർ വെരി ലിറ്റിൽ, നോട്ട് മച്ച്. ഓക്കെ, റോസ്റ്റ് ചെയ്യുക. മസാല റോസ്റ്റ് ആയി കഴിഞ്ഞു. സോ വി ആർ ആഡിങ് ജസ്റ്റ് പ്ലെയിൻ കോക്കനട്ട്. നമ്മുടെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കോക്കനട്ട്. നല്ലവണ്ണം പേസ്റ്റ് ആകേണ്ട, ജസ്റ്റ് ഒരു ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കപ്പയുമായിട്ട് കൊടുക്കുന്ന കോമ്പിനേഷൻ ആയതുകൊണ്ട് ഒരു ഇച്ചിരി ഒന്ന് കോക്കനട്ട് പേസ്റ്റ്. ഓക്കെ, ഈ മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ സ്റ്റോക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റോക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്ക് ഐ എം ആഡിങ് ലിറ്റിൽ സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിത് ബോയിലായി കഴിഞ്ഞു. നമുക്ക് ഈ മട്ടൺ ഞങ്ങളുടെ നല്ലവണ്ണം കുക്കറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുക്കറിൽ ബോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഞങ്ങളുടെ കോക്കനട്ടൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ബോയിൽ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത്. അല്ലാതെ വേണമെങ്കിൽ ആണിയൻ ടൊമാറ്റോയുടെ ഇട്ട് തന്നെ നിങ്ങൾക്ക് ബോയിൽ ചെയ്യാം. ഓക്കെ, ഐ എം ആഡിങ്. ഇത് മെയിനായിട്ട് ഇതിൽ എന്നാന്ന് പറഞ്ഞാൽ നുല്ലി ജുഷീല. നുല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെ ജ്യൂസി ആയിട്ട് ഞങ്ങളുടെ സാധാരണ കഴിക്കുമ്പോൾ മട്ടനും വീട്ടിലെല്ലാവരും കഴിക്കുമ്പോൾ അതിൻ്റെ പീസ് എല്ലാവരും തേടിയെടുക്കാറുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന മജ കിട്ടാൻ വേണ്ടി ഒരു ഇറ്റ്സ് ലൈക്ക് ഗുഡ് ജ്യൂസി ആയിരിക്കും, നല്ല കഴിക്കാനും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. സോ നമ്മുടെ ഫുഡ് റെഡിയായി കഴിഞ്ഞു. നൗ ഐ എം ഗോയിങ് ടു സെർവ്. ഓക്കെ, ഞാനൊരു ഇതിൽ സെർവ് ചെയ്യാം. ഈ ചട്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്, ചെറിയൊരു ചൂടിന്. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ആ ഇലയുടെയും ചട്ടിയുടെ ഒരു ഫ്ലേവർ എല്ലാവർക്കും വരും. ഓക്കെ, ഇതിൽ ഈ മട്ടൻ്റെ ആ ബോൺസുള്ള പീസുകളൊക്കെ ഇതിൽ വെച്ചിട്ട്, എൻ്റെ പേര് നുല്ലി ജുഷീല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു ക്യാപ്റ്റനോടോ മാനേജേഴ്സിനോടോ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി ഇല്ലെങ്കിലും ഞങ്ങളുടെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. സോ ഇതാണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത്, നുല്ലി ജുഷീല. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പറ്റുമെങ്കിൽ. താങ്ക് യു, താങ്ക്സ് ഫോർ ദ ഡേ.